ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കാലം തമ്പുരാൻ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം 89-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വചനം നമുക്ക് വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ദൈവമക്കളുടെ കൊമ്പ് ഉയരുന്നത് എങ്ങനെയാണ് എന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്. 89-17 പറയാണ്, നീ അവരുടെ ബലത്തിൻ്റെ മഹത്വമാകുന്നു, നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. നോക്കിയേ, ദൈവം നമ്മളിൽ പ്രസാദിക്കുമ്പോഴാണ് നമ്മുടെ കൊമ്പ് ഉയരുന്നത്, എന്ന് വെച്ചാൽ തല ഉയർന്നിരിക്കുന്നത്. എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി ജീവിക്കുവാൻ നമുക്ക് സാഹചര്യങ്ങളും എല്ലാ നന്മകളും ദൈവം തരുമ്പോൾ ഒന്നോർത്തുകൊള്ളണം, ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അത് ദൈവം പ്രസാദിക്കുന്നത് എങ്ങനെയാണ്? നീ അവരുടെ ബലത്തിൻ്റെ മഹത്വമാകുന്നു. ദൈവം ബലം തന്ന് നമ്മെ മഹത്വീകരിക്കുമ്പോഴാണ് നമ്മുടെ കൊമ്പ്, ദൈവമക്കളുടെ കൊമ്പ് ഉയരുന്നത്. നാം ദൈവത്തെ മഹത്വീകരിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ ബലത്താൽ ജീവിക്കുന്നവരാണോ? ദൈവത്താൽ തല ഉയർത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ഇങ്ങനെ കൊമ്പ് ഉയർന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയേ. അതിൻ്റെ 24-ാമത്തെ വചനത്തിൽ പറയുകയാണ്, എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെ ഇരിക്കും, എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പ് ഉയർന്നിരിക്കും. അപ്പം ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദയയും നമ്മോട് കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നത്. ദൈവമക്കളുടെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആയതുകൊണ്ട് തല ഉയർത്തി വയ്ക്കുക. കൊമ്പ് കിളിക്കുമെന്നുള്ളതല്ല പറയുന്നത്. അത് നമ്മൾ തല ഉയർത്തി ജീവിക്കുവാൻ, ഒരുത്തൻ്റെയും മുമ്പിൽ കുനിഞ്ഞു പോകാതെ, ഇല്ല എന്ന് പറയുവാനിടയാകാതെ, കൊമ്പുയർത്തി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദയയും നമ്മെ ചുറ്റിക്കൊണ്ടിരിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.